നമസ്കാരം. ഇന്റർവ്യൂ റൂമിൽ എന്നോടൊപ്പം ശ്രീ എം.എസ്. വേണുഗോപാൽ, രാഷ്ട്രീയ നിരീക്ഷകനാണ്. സ്വാഗതം സർ. സർ, ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും നെഞ്ചിടിപ്പേറ്റുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ചൈന ഒരു മെഗാ ഡാം പണിയുന്നു. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഇത് ഇന്ത്യയെ സാരമായി ബാധിക്കുന്നത്. ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയതാണ് നേരത്തെ ഇതിൽ നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് പറയുന്നത്. പക്ഷേ ചൈന ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കൃത്യമായിട്ട് ചൈനയുടെ ഓരോ മൂവ്മെൻറ്റും ഇന്ത്യ നിരീക്ഷിക്കുകയാണ്. നേരത്തെ പറയുന്ന പോലെ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശിനെയും ഇത് സാരമായിട്ട് ബാധിക്കാൻ പോവുകയാണ്. ഇതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ചൈന ഒരു നല്ല അയൽക്കാരനായിട്ട് ഇന്ത്യ കരുതേണ്ട കാര്യമില്ല എന്നുള്ളത് നമ്മൾ 1947 മുതൽ നമുക്ക് ബോധ്യമുള്ളതാണ്. ഏതാണ്ട് 1950 മുതൽ അവർ ചെയ്തിരുന്ന പ്രവൃത്തികളെല്ലാം നമുക്ക് ദോഷമായിട്ട് തന്നെ വരുന്നതായിരുന്നു. അത് നമ്മൾ നടത്തിയ വാറായാലും അല്ലെങ്കിൽ വാറില്ലാത്തപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളായാലും നമ്മൾ പഞ്ചശീല തത്വം ഒപ്പിട്ടിട്ട് അവരോട് ഭായി ഭായി ബന്ധം, ഇന്ത്യ ചീന ഭായി ഭായി പറഞ്ഞതിന് ശേഷവും അവരുടെ നീക്കങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അവരെപ്പോഴും അവരുടെ സ്വാർത്ഥ ചിന്തകളിൽ മാത്രം അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് നീങ്ങിയിരുന്നത്. ഇന്ത്യയെ അവർ എപ്പോഴും ഭയത്തോടെയാണ് കണ്ടിട്ടുള്ളത്. ഇന്ത്യ ഒരു വലിയ രാഷ്ട്രമായിട്ട് ഏഷ്യയിൽ വരരുത് എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെയാണ്. പിന്നെ ചൈനക്കാരനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് ലോകം മുഴുവൻ കുപ്രസിദ്ധമായിട്ടുള്ളൊരു സുപ്രസിദ്ധിയാണ്. എന്ന് വെച്ചാൽ അവരെ ആര് വിശ്വസിച്ചിട്ടുണ്ടോ അവരെയെല്ലാം അവർ ചതിച്ചിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. അവരിൽ നിന്ന് ആരൊക്കെ ലോൺ വാങ്ങിച്ചിട്ടുണ്ടോ അവരെയെല്ലാം അവർ തുരന്ന് അവരുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവരെ ആരെങ്കിലും സൈനികമായി സഹായിച്ചിട്ടുണ്ടോ അവരുടെ രാജ്യത്തിനെ അവർ ദുർബലമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ അവരുടെ ഒരു ചരിത്രം അങ്ങനെയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരിക്കലും ഒരു നല്ല സുഹൃത്തായിട്ട് അവരെ കാണാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ അയൽക്കാരനെ നമുക്ക് ശത്രുവായി കാണാനും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും രാഷ്ട്രങ്ങൾക്ക് സമ്പുഷ്ടി നൽകുന്ന, ഫലഭൂയിഷ്ടമായി കൃഷി ചെയ്യാനും മറ്റ് ജലം ലഭിക്കുന്ന, എക്കൽ മണ്ണ് ലഭിക്കുന്ന, പ്രകൃതിയുടെ ഏറ്റവും സുരക്ഷിതമായ ഒരു സാധനമാണ് ഈ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി. ലോകത്തെ 9ാമത്തെ വലിയ നദികളിലൊന്നാണ് ബ്രഹ്മപുത്ര നീളം കൊണ്ടും. അതുപോലെ തന്നെ ജലം കൂടുതൽ ഒഴുകുന്നത് ഏതാണ്ട് 7,80,000 ക്യൂബിക് ഫീറ്റ് ജലമാണ് ഒരൊറ്റ ഫ്ലോയിൽ ഒഴുകുന്നത്, ഒരു സെക്കൻഡിൽ ഒഴുകി കൊണ്ടുപോകുന്നത്. അത്രയ്ക്ക് വലിയ ഒരു നദിയാണ് ഈ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. അപ്പം അത് ടിബറ്റിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കൈലാസത്തിൽ മാനവ സരോവറിന് അടുത്ത് നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. എന്നിട്ട് അത് കൈവഴികളും ഒക്കെ ചേർന്ന് വന്ന് ടിബറ്റ് പീഠഭൂമിയിലാകെ ഫലഭൂയിഷ്ടി നടത്തിക്കൊണ്ട് കിഴക്കൻ ഭാഗം, അതായത് ഹിമാലയ പർവ്വതത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തൂടെ നീങ്ങി ഗ്രേറ്റ് ബെൻഡ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ, അതായത് രണ്ട് വലിയ പർവ്വതങ്ങൾക്കിടയിൽ കൂടെ അതിശക്തമായി 3000 മീറ്റർ താഴേക്ക് വെള്ളം പതിക്കുന്ന സ്ഥാനത്താണിപ്പം ചൈന ഈ ഡാം കൊണ്ട് വയ്ക്കാൻ പോകുന്നത്. മെഡോണ എന്ന് പറയുന്ന ഒരു വൈദ്യുത പദ്ധതി അവരതിനെ പേരിട്ട് വച്ചിരിക്കുന്നത്. അത് ടിബറ്റിന് വൈദ്യുതി നൽകുക എന്നുള്ള ഉദ്ദേശമാണെന്നാണ് അവർ പറയുന്നതെങ്കിലും അതിനകത്ത് ഒരുപാട് അന്തർലീനമായ ജുഗുപ്സാവകമായ കഥകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇതിനെ ഉദക്കണ്ണാടി വെച്ച് നോക്കുന്നത്. ഇന്ത്യയിലാകട്ടെ അരുണാചൽ പ്രദേശ്, അതുപോലെ തന്നെ മേഘാലയ, നാഗാലാൻഡ്, സിക്കിം, പിന്നെ ആസാം, പിന്നെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ കടന്ന് ആണിത് ബംഗ്ലാദേശിലേക്ക് പോകുന്നത്. ബംഗ്ലാദേശിൽ ചെന്നിട്ടും അവർക്കും ഫലഭൂയിഷ്ടമായ ജലം, മണ്ണ് ഒക്കെ നൽകുന്നതാണ്. എക്കൽ മണ്ണിൻ്റെ ഒരു പ്രസിദ്ധമായ കേന്ദ്രമാണിത്. എക്കൽ മണ്ണ് ഒലിച്ച് വന്നാണ് ഈ പ്രദേശം മുഴുവൻ ഫലഭൂയിഷ്ടമാക്കുന്നത്. ആസാമിനൊക്കെ തന്നെ ഗുവാഹട്ടി എന്ന് പറയുന്ന നഗരം ശരിക്കും ഉണ്ടായത് ഈ നദിയുടെ തീരത്താണ്. അങ്ങനെ നദീതട സംസ്കാരമൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മപുത്ര. ബ്രഹ്മാവിൻ്റെ പുത്രൻ എന്നാണ് ബ്രഹ്മപുത്രയുടെ അർത്ഥം തന്നെ. ഇപ്പം നമ്മുടേതാണ് അത് ശരിക്കും പറഞ്ഞാൽ അവകാശപ്പെടുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒഴുകിയിരുന്ന നദിയാണ്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ബ്രിട്ടീഷുകാരൻ്റെ കാലത്തിൽ നമ്മൾ അതിർത്തിയൊക്കെ നിശ്ചയിച്ചപ്പോൾ ആ ഭാഗം നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വന്നു. നമ്മുടെ
പ്രധാനപ്പെട്ട ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളെല്ലാം നമുക്ക് പോയി അല്ലേ. നമ്മുടെ കൊടുമുടി ഉൾപ്പെടെ, എവറസ്റ്റ് കൊടുമുടി ഉൾപ്പെടെ ഇന്ന് അവരുടെ കയ്യിലാണ്. അതുപോലെ തന്നെ കൈലാസം, ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഭാഗമാണ് കൈലാസം, മാനസ സരോവറും. അവിടെ ശിവനും പാർവതിയും ഒക്കെ ഇരിക്കുന്ന സ്ഥലമെന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ്. അതും ഇന്ന് നമ്മുടെ കൈവശമല്ല. അപ്പോൾ ആ ഭൂമി ഉൾപ്പെടെ അവരുടെ കയ്യിലാണ്. അവിടുന്ന് ഉത്ഭവിക്കുന്ന അതിമനോഹരമായ നീണ്ട 3000 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു സുന്ദരമായ നദിയെയാണ് ഇന്ന് അവർ ബ്ലോക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്ട് $168 ബില്യൺ ചെലവിൽ പദ്ധതി 5 മെഗാ പദ്ധതികൾ ഉൾപ്പെടുന്ന ഒരു മെഗാ ഡാമാണ് പണിയുന്നത്. സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്, ടിബറ്റിനെയൊക്കെ സഹായിക്കാനാണെന്നെങ്കിൽ പറയുന്നതിൽ പോലും എന്തെങ്കിലും ഒരു ഗൂഢലക്ഷ്യം, പ്രത്യേകിച്ച് ഇതിൻ്റെ നിയന്ത്രണം മൊത്തം ചൈനയിലേക്ക് കൈവരും. അങ്ങനെ വരികയാണെങ്കിൽ, ഇന്ത്യയിലേക്ക് വെള്ളം ഒഴുകണോ അല്ലെങ്കിൽ ഒരു യുദ്ധം വരികയാണെങ്കിൽ ഒരു ജലബോംബ് തന്നെ സൃഷ്ടിക്കാൻ ചൈനയ്ക്ക് ഇതുവഴി കഴിയില്ല. അത് വലിയൊരു ആശങ്കയുള്ളൊരു കാര്യം കൂടിയല്ലേ. ഏറ്റവും വലിയ പ്രശ്നം ചൈന അത്തരത്തിൽ ഏത് ക്രൂരതയ്ക്കും തയ്യാറാകും എന്നുള്ളതാണ്. നമ്മൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയാറില്ലേ. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് 4-5 ജില്ലകൾ ഒലിച്ച് പോകുമെന്ന് നമ്മൾ പറയുന്നില്ലേ. അതുപോലെ ഏതാണ്ട് നമ്മുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലേക്ക് വലിയ ഒരു വെള്ളപ്പൊക്കവും മണ്ണൊലിപ്പും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഡാം അവർ ഏതെങ്കിലും കാരണവശാൽ അവിചാരിതമായി നമ്മളെ അപായപ്പെടുത്താൻ തുറന്നു വിട്ടാൽ ഉണ്ടാകുന്നത്. ഈ ഡാം പണിയുന്നത് തന്നെ ഒരു വലിയ പ്രതിസന്ധിയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വാട്ടർഫോൾ പോലെ എന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം ഇതൊരു ഗ്രേറ്റ് ബെൻഡ് എന്നാണ് എന്നെ വിളിക്കുന്നത് തന്നെ. കിഴക്കൻ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒഴുകി ശക്തമായി ഒഴുകി വന്നിട്ട് പിന്നെ 3000 മീറ്റർ താഴ്ചയിലാണ്. ഏതാണ്ട് നമ്മുടെ പൊന്മുടിയുടെ ഒക്കെ ഒരു പൊക്കത്തിനേക്കാൾ കൂടുതലാണത്. 1000 മറ്റാണ് പൊന്മുടിയുടെ പൊക്കം, 1000 മീറ്ററാണ്. അതിൻ്റെ 3 ഇരട്ടി പൊക്കത്തിൽ നിന്നാണ് ഈ വാട്ടർ ചാടി വരുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് ഡാം വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പവർ സെൻ്ററായിരിക്കും അതെന്നുള്ളതാണ്. അപ്പോൾ അതവരുടെ ഒരു പോസിറ്റീവ് ഉദ്ദേശമാണെങ്കിൽ, പക്ഷേ അതിൻ്റെ നെഗറ്റീവ് ഉദ്ദേശങ്ങൾ പലതാണ്. ഒന്നാമത്തേത്, ഇത്ര വലിയ വാട്ടർ ഫ്ലോ ഉള്ള ഒരു സാധനം തടഞ്ഞു വയ്ക്കുക എന്നുള്ളത് പ്രകൃതിക്ക് വിരുദ്ധമായൊരു നടപടിയാണ്. അത് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഇത് ചൈനയ്ക്ക് പോലും ഭാവിയിൽ ദോഷകരമായി ബാധിക്കുമോ എന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷേ താഴോട്ട് എപ്പോഴും വെള്ളം താഴോട്ടല്ലേ ഒഴുകുന്നത്. അപ്പോൾ അത് ചൈനയേക്കാൾ കൂടുതൽ ബാധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിനെയും ഒക്കെ ആയിരിക്കും. ഇത് അവസാനം ബംഗാൾ ഉൾക്കടലിൽ ചെന്നാണ് പതിക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള ആ റൂട്ടിൽ മുഴുവൻ വലിയ വിപത്ത് വിതയ്ക്കാൻ ഇതിന് സഹായകമാകും. പിന്നെ ചൈനയുടെ വേറൊരു തന്ത്രം എന്ന് പറയുന്നത്, നാളെ എന്ന് പറഞ്ഞാൽ നാളെയല്ല, വരും നാളുകളിൽ ലോകത്തൊരു വലിയ വാട്ടർ പ്രതിസന്ധി വരുമെന്നാണ് എക്കോളജിസ്റ്റുകളെല്ലാം പറയുന്നത്. കാരണം നമ്മൾ 75% ജലമാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നത്. 3/2 ജലമാണ് ഈ ഭൂമിയിൽ ഉള്ളത് അല്ലേ. 70% കൂടുതലാണ്. അപ്പോൾ ആ ജലത്തിൽ കൂടുതലും ഇപ്പോൾ കണ്ടാമിനേറ്റഡ് ആയിരിക്കുകയാണ്, പൊല്യൂട്ടഡ് ആയിരിക്കുകയാണ്. സമുദ്രമായാലും മറ്റ് നദികളായാലും ഒക്കെ പൊല്യൂട്ടഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത് 75-ൽ വെറും 3% നമുക്ക് ഡ്രിങ്കിങ് വാട്ടറായിട്ട് പോലും കിട്ടുന്നതെന്നാണ്. 3/2 ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്രയും പോലും 3/2 ജലമെന്ന് നമ്മൾ പറയുന്നെങ്കിലും അതിൽ നമുക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ 3% ജലം മാത്രമാണ് ഡ്രിങ്കിങ് പർപ്പസിന് കിട്ടുന്നത്. അതായത് ശുദ്ധജലം എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിച്ച് കുടിക്കാവുന്ന അത്രയേ ഉള്ളൂ എന്നാണ് പറയുന്നത് ലോകത്ത്. ബാക്കി മുഴുവൻ നശിച്ചു പോയിരിക്കുകയാണ് പല വിധത്തിൽ. നമ്മുടെ ഫാക്ടറികൾ കാരണം, നമ്മളെ നദീതീരങ്ങളിലേക്ക് നമ്മൾ മാലിന്യം ഒഴുക്കി വിടുന്നത് ഒക്കെ കാരണം അതെല്ലാം കണ്ടാമിനേറ്റഡ് വാട്ടറാണ്, പൊല്യൂട്ടഡ് ആണ്. അപ്പോൾ ലോകത്ത് അത് തന്നെ ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഈ 3% ജലം കുടിക്കാനുള്ളപ്പം വളരെ മാനസരോവരിൽ നിന്ന് വരുന്ന ശുദ്ധമായ ജലം അവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരൊറ്റ ഫ്ലോയിൽ തന്നെ 7,80,000 ക്യൂബിക് ഫീറ്റ് വെള്ളം ഒരു പീസിൽ തന്നെ നമ്മൾ ഒഴുകി വരുന്ന ഒരു ജലസംഭരണി. ആ ജലസംഭരണിയിൽ എത്ര ജലം ശേഖരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്താണ്. അപ്പോൾ ആ ജലസംഭരണി അങ്ങനെ ശേഖരിച്ച് വയ്ക്കുന്നത് വഴി ലോകത്തെ ജലസമ്പത്തിൻ്റെ ഒരു വലിയ ഭാഗം അവർ പിടിച്ചു വയ്ക്കുക കൂടെയാണ് ചെയ്യുന്നത്. ലോകത്ത് എവിടെ ക്ഷാമം വന്നാലും അവർക്ക് ക്ഷാമം വരരുത് എന്നുള്ളതാണ് അവരുടെ മറ്റൊരു ഉദ്ദേശം. പക്ഷേ ഇതിനെല്ലാം ഉപരിയായിട്ട് ആ സംഭരണം നടത്തുന്നത് ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും പട്ടിണിയിലാക്കിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കിഴക്കൻ മേഖലയും ഏതാണ്ട് ബംഗ്ലാദേശിൻ്റെ പൂർണ്ണമായും പട്ടിണിയിലാക്കിക്കൊണ്ടായിരിക്കും എന്നുള്ളതാണ് സത്യം.
ഇവിടെ ഇന്ത്യയുടെ ഒരു മുന്നൊരുക്കം നമ്മൾ നോക്കേണ്ടത് കൂടെയുണ്ട്. അതായത് ഇത്രയും വലിയൊരു ഇതാണ്, അതായത് അതിർത്തി പ്രദേശങ്ങളടക്കം നശിക്കുന്നൊരു അവസ്ഥയിലേക്ക് ഇത് വെള്ളം തുറന്നു വിട്ടാൽ വരുമെന്ന് പറയപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്, നേരിട്ടുമല്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിനകത്ത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ അടുത്ത നീക്കങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ ഇതിന് പ്രതിവിധിയായിട്ട് എന്തായിരിക്കും കണ്ടിരിക്കുന്നത്? ഇന്ത്യക്ക് ഇപ്പോൾ പ്രതിവിധി മറ്റൊന്നും ചെയ്യാനില്ല, കാരണം അവർ ഡാമിൻ്റെ നിർമ്മിതി തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വലിയ ദോഷം വരില്ല എന്നാണ് ഹേമന്ത ബിശ്വ ശർമ്മ അടക്കമുള്ളവർ പറയുന്നത്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റലിസ്റ്റുകളും അത് തന്നെയാണ് പറയുന്നത്. കാരണം 35% മാത്രമേ അവിടുന്ന് പിന്നെ ജലം വരുന്ന ഈ ഡാമിൽ ശേഖരിക്കാൻ കഴിയുള്ളൂ. ബാക്കി 65% പല കൈവഴികളിലായിട്ട് ഇന്ത്യയിൽ നിന്നും കൂടെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ നമുക്ക് ബംഗ്ലാദേശിൻ്റെ ജലവും ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു ലോക പ്രതിസന്ധിയായിട്ട് ഉയരേണ്ടതായിട്ടുള്ള സാഹചര്യം ചിലപ്പോൾ വന്നേക്കാം. നമുക്കറിയാം, ഇപ്പോഴത്തെ നമ്മുടെ വലിയ പർവ്വതം എന്ന് പറയുന്നത് കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗ അടക്കമുള്ള സമീപ പ്രദേശങ്ങളിലെ കൈവഴികളിൽ നിന്നും ഈ ബ്രഹ്മപുത്രയിലേക്ക് വെള്ളം വരുന്നുണ്ട്. 65% ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ വെള്ളം സ്വരൂപിക്കുന്നതെന്നാണ് പറയുന്നത്. ആ ഫ്ലോ നമുക്ക് തടസ്സപ്പെടും, വലിയൊരു വെള്ളത്തിൻ്റെ തടസ്സം വരുമെങ്കിലും ബാക്കി ഭാഗങ്ങളിലുള്ള ജലം നമ്മുടേത് തന്നെയാണ്, നമുക്ക് ലഭിക്കുമെന്നാണ് പൊതുവെയുള്ള നിഗമനം. അതുതന്നെയാണ് ആസാം മുഖ്യമന്ത്രിയും ഈയിടെ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിലേക്ക് വലിയ പ്രശ്നം വരില്ലായിരിക്കും ഈ ജലം ക്ഷാമം വഴി, പക്ഷേ അത് തുറന്നു വിട്ടാലുണ്ടാകുന്ന അപകടം നമുക്ക് വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും. അതിനേക്കാൾ ഉപരി ഈ ഡാമിൻ്റെ നിർമ്മിതിക്കുള്ള സമയത്ത് തന്നെ വലിയ അപകടങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. കാരണം 3000 അടി മുകളിൽ 2 പർവ്വതങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഡാം കെട്ടുമ്പോൾ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതിൽ എന്തെങ്കിലും അപകടം വന്നാലുണ്ടാക്കുന്ന പ്രശ്നങ്ങളുമൊക്കെ വളരെ വലുത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഈ ഡാം പണിത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം, ഈ ടിബറ്റ് പീഠഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്നുമാണ് എക്കൽ മണ്ണ് ധാരാളമായിട്ട് ഈ ഇതിലേക്ക് വരുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ അരുണാചൽ പ്രദേശിനെ, ആസാമിനെ ആയാലും മേഘാലയ ആയാലും പിന്നെ നമ്മുടെ ബംഗാളിനെ ആയാലും ഒക്കെ ഫലഭൂയിഷ്ടമാക്കുന്ന എക്കൽ മണ്ണ് നൽകുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഇത് തീരങ്ങളിൽ പിന്നെ അടിഞ്ഞുകൊണ്ട് അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡാം പോലെ പ്രവർത്തിക്കുകയാണ് ഇന്ന്. അപ്പോൾ തീരെ ശോഷണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, കര ഇടിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പാരിസ്ഥിതികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ ഡാം പണിയുമ്പോൾ തന്നെ നമുക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പലതും ഉണ്ടാവാം. ഇതെല്ലാം നമ്മൾ പലപ്പോഴായിട്ട് അവരെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിലും അവരൊന്നും വകവച്ചിട്ടില്ല. അവർ പറയുന്നത് ഗ്രീൻ പ്രോജക്റ്റ് എന്നാണ്. അതായത് ഏറ്റവും പിന്നെ എൻവയോൺമെൻ്റലി വയബിൾ ആയിട്ടുള്ളതും സക്സസ്ഫുൾ ആയിട്ടുള്ളതുമായ പ്രോജക്റ്റാണ്, ഗ്രീൻ പ്രോജക്റ്റാണ്. ഇതിനകത്ത് ഒരു ദോഷവും ആർക്കും വരുന്നതല്ല എന്നുള്ള മട്ടിലാണ് അവർ പറയുന്നത്. ചൈനയുടെ ഏറ്റവും വലിയ പോളിസി അതുതന്നെയാണ്. എപ്പോഴും അവർ നല്ലതിനെക്കുറിച്ച് പറയുകയും ചീത്ത ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അവരുടെ ഏറ്റവും പ്രഖ്യാതമായ പോളിസിയാണ് 2 അടി മുന്നോട്ട് 1 അടി പുറകോട്ട്. അതായത് ഏത് ചെയ്യുമ്പോഴും ഒരു അറ്റകൈ പ്രയോഗം ചെയ്യുക, എന്നിട്ട് അതിന് ശകലം മാറുക. കഴുത്തിന് കത്തി വെച്ചെങ്കിൽ അതിന് അല്പം കൂടെ മാറി ചെവിയിലായിരിക്കും അടുത്ത കത്തി വയ്ക്കുന്നത്, അല്ലെങ്കിൽ അതിന് താഴോട്ട് വന്ന് ഹൃദയത്തിലായിരിക്കും അടുത്ത കത്തി വയ്ക്കുന്നത്. ഈ രീതിയിലാണ് അവരുടെ പ്രവർത്തനം. നമ്മുടെ ഭൂമി പോലും പിടിച്ചടക്കിയത് അങ്ങനെയാണ്. നമ്മൾ 1 അടി 2 അടി മുന്നോട്ട് 1 അടി പുറകോട്ടെന്ന് പറയുമ്പോൾ നമ്മൾ വേളം വയ്ക്കുമ്പോൾ 1 അടി പുറകോട്ട് പോകും, അങ്ങനെ വീണ്ടും കയറും. അപ്പോൾ 2 അടി മുന്നോട്ട് വീണ്ടും 1 അടി പുറകോട്ട്, അപ്പോൾ 2 അടി അവർ പിടിച്ചു കഴിഞ്ഞു. അങ്ങനെ 100 അടി കയറി കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാം അവർ പുറകോട്ട് പോയി 50 അടി അവരുടെ കയ്യിലാവും. 100 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ 50 കിലോമീറ്റർ അവരുടെ കയ്യിലായി കഴിയും. ഈ വിധത്തിലുള്ള തന്ത്രങ്ങളാണ് അവർ പ്രയോഗിക്കുന്നത്. അതായത് വക്രതയുടെ വക്രത, വളഞ്ഞ വഴി നമ്മൾ പറയില്ലേ, അതിനേക്കാൾ ഏറ്റവും മോശമായ വളഞ്ഞ വഴി പ്രയോഗിക്കുന്നവരാണ് ചൈനക്കാരെന്നുള്ളതാണ് ലോകം മുഴുവൻ പ്രസിദ്ധമായിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ ഡേഞ്ചർ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ചൈനയാണെന്നാണ് പറയുന്നത്. നമ്മുടെ കോവിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടതാണല്ലോ, ഇതെല്ലാം ചൈനയിൽ നിന്ന് വന്നതാണ്. ഇത്തരം ബയോ വാറിന് വരെ അവർ പ്രിപ്പയർഡാണ്. ഏത് അണുക്കളെയും അവർ വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യും, എവിടെ വേണോ പുറത്തു വിടും. ഏത് രാജ്യത്തും മഹാരോഗങ്ങൾ വരുത്താൻ അവർക്ക് കഴിയും എന്നൊക്കെയാണ് ഇപ്പോഴും ലോകം മുഴുവൻ വിശ്വസിക്കുന്നത്. അത് പറയുന്നത് ഈ വാട്ടർ വാറിന് വേണ്ടിയായിരിക്കും. വാട്ടർ മാത്രമല്ല, അതിലൂടെ നമ്മൾ ഈ പറഞ്ഞ അണുക്കളെ ഒഴുക്കി വിട്ടാലും ഒക്കെ നമുക്ക് പ്രശ്നമല്ലേ. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് പിന്നെ ജുഗുത്സാഹമാണ് അവരുടെ എല്ലാ പ്രവൃത്തികളും. ഒരു അയൺ കർട്ടൻ അവർക്കുണ്ട്. ആ അയൺ കർട്ടൻ പലപ്പോഴും ഭേദിക്കാൻ പറ്റാറില്ല.
ഒരു രാഷ്ട്രങ്ങൾക്കും അവിടെ കയറി ചെല്ലാൻ പറ്റാറില്ല. അവരുടെ അതിഥിയായി പോയി അവർ പറയുന്ന പ്രദേശത്ത് മാത്രം നിന്നിട്ട് തിരിച്ചു പോരാനേ പലപ്പോഴും കഴിയാറുള്ളൂ. അവരുമായിട്ട് യുദ്ധം ചെയ്യുന്നത് പോലും ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു പവറായിട്ട് അവർ, റഷ്യയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ആയുധ ശക്തിയായിട്ട് തന്നെ അവർ നിൽക്കുകയാണ്. അപ്പോൾ അവർ പിന്നെ അണുവായുധങ്ങളിലൊക്കെ അവർക്ക് ആവശ്യത്തിനധികമുണ്ട്. അപ്പോൾ ലോകത്തെ നശിപ്പിക്കാൻ തക്ക ശക്തിയുള്ളവരാണ് അവർ. അപ്പോൾ ചെറിയ തോതിൽ അവരുമായിട്ടൊരു യുദ്ധം ഒരിക്കലും സാധ്യമല്ല. ഒരു ആശങ്കയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വിനാശകരമായ യുദ്ധത്തിനെ അവരോട് നടത്താൻ പറ്റുള്ളൂ. അത് പലപ്പോഴും ലോകരാഷ്ട്രങ്ങൾ മടിക്കും. അതായത് ഇപ്പോൾ ഒരു ആശങ്കകളെന്ന് പറയുമ്പോൾ ചൈനയുടെ ഒരു കൂട്ടുകെട്ടുകളെ കുറിച്ച് നമ്മൾ അവസാനമായിട്ട് പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതായത് കൂട്ടുകെട്ടുകൾ പാകിസ്ഥാനും അതുപോലെ തന്നെ തുർക്കിയുമായിട്ടുള്ള എല്ലാം തന്നെ ഒരു കൂട്ടുകെട്ട് ഇന്ത്യയുടെ ശത്രുക്കളെ തേടി പിടിച്ച ഒരു മിത്രങ്ങളാക്കി മാറ്റി പോകുമ്പോൾ തന്നെ ഇന്ത്യ ഒരു പക്ഷേ കൂടുതൽ ശ്രദ്ധാലുവാവേണ്ട ഒരു സമയം കൂടിയല്ലേ ഇപ്പോൾ കടന്നു പോകുന്നത്? അവർ പാകിസ്ഥാനെയും തുർക്കിയെന്ന് മാത്രമല്ല, അവരുടെ ഒരു ലക്ഷ്യം നമ്മൾ യുദ്ധം ചെയ്യരുത്, നമ്മൾ യുദ്ധം ചെയ്യാതെ നമ്മുടെ ശത്രുക്കളെ തമ്മിലടിപ്പിച്ച് അവരുടെ ചോര ചിന്തുക. പണ്ട് മുട്ടനാടിനെ കൊണ്ട് പിന്നെ കുറുക്കൻ ഇടിപ്പിച്ച് ചോര കുടിച്ച പോലെയാണ്. ചിലപ്പം അതിൽ തന്നെ അവരും അബദ്ധമായി പോയെന്നിരിക്കാം. പ്രകൃതിക്ക് അങ്ങനെ ഒരു നിയമം കൂടെ ഉണ്ട്. പക്ഷേ ചൈന അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പം തന്നെ ചൈനയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ഡിപ്രഷൻ, അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക മാന്ദ്യം, ജനങ്ങളിലെ അസംതൃപ്തിയൊക്കെ അവിടെ നിലനിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇത് പൊട്ടിത്തെറിച്ചു കൂടായില്ല. ഒരു ലോകത്ത് ഒരു ശക്തിയെയും അപാര ശക്തിയായി വളർത്താൻ ഈ പ്രകൃതി സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇന്നുവരെയുള്ള ലോകക്രമം നമ്മൾ കണ്ടിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രം ബ്രിട്ടനായിരുന്നു അല്ലേ? ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ദരിദ്ര രാഷ്ട്രമാണ് ശരിക്കും ബ്രിട്ടൻ. പിന്നെ അവരങ്ങനെ അഭിനയിക്കുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ഇപ്പോഴും അവർ ആ മേൽക്കോയ്മ ഞാൻ കൊണ്ടതെന്ന് പറഞ്ഞ് നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ സാമ്പത്തികമായും വ്യാവസായികമായും അവർ പിന്നെ അല്ലെങ്കിൽ അവരുടെ അങ്ങനെ പെർ ക്യാപിറ്റ ഇൻകം വെച്ച് നോക്കിയാലും എല്ലാം അവർ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ആ രാഷ്ട്രം എങ്ങനെയായിരുന്നു ഒരിക്കലും നമുക്ക് ആലോചിക്കാമല്ലോ. ലോകത്തെ മുഴുവൻ കീഴടക്കിക്കൊണ്ട്, സൂര്യൻ അസ്തമതിക്കാത്ത രാഷ്ട്രമെന്ന് പറഞ്ഞുകൊണ്ട്, എല്ലായിടത്തും കോളനികൾ സ്ഥാപിച്ചുകൊണ്ട്, എല്ലാവരെയും അടിമകളാക്കി വളർത്തിക്കൊണ്ട് അവരങ്ങനെ വളർന്നതാണ്. ഇന്ന് അവരുടെ ആ കൊച്ചു ടെറിട്ടറിയിൽ പോലും നിലനിൽക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് ചൈനയും മറ്റ് അഹങ്കരിക്കുന്ന എല്ലാ ലോകരാഷ്ട്രങ്ങളും മനസ്സിലാക്കിയാൽ നല്ലതാണ്. പ്രകൃതി ആരുടെയും കയ്യിൽ നിൽക്കുന്നതല്ല. അതിനേക്കാൾ അതീതമായ ഒരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്, ശക്തിയുണ്ട്. അത് വിസ്ഫോടനം നടത്തിയാൽ എല്ലാം നശിക്കും. അതാണ് ഇന്ത്യയിലെ പാഠങ്ങൾ ഇന്ത്യയിലെ പൗരാണിക പാഠങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. വളരെയധികം സാർ.